23-ാം സങ്കീർത്തനം പറയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്ത് ചെയ്യും, എന്നെ പിന്തുടരും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നൽകാതിരിക്കും. റോമാലേഖനം 8-ാം അധ്യായത്തിലാണ് വാക്യം. അപ്പോൾ കർത്താവിനെ വിശ്വസതയോടെ സേവിച്ച കർത്താവ് തരാനുള്ളതൊക്കെ തരും. എങ്ങനെ തരുമെന്ന് ചോദിച്ചാൽ നൂലെ കെട്ടി ഇറക്കി ദൈവം ചെയ്യും, തരും. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ജനത്തിനു വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. വിശ്വസിക്കാൻ ദൈവമൊക്കെ തയ്യാറാകണം. പക്ഷേ നമ്മുടെ ലക്ഷ്യം അതായിരിക്കരുത്, നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷ അതായിരിക്കരുത്. ഹബക്കൂക്ക് പറയുന്നത്, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളി അതിന്റെ അനുഭവം തരികയില്ല, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല, തൊഴുത്തുകൾ നിഷ്ഫലമാകും, എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും. മനുഷ്യൻ നിങ്ങൾക്ക് നന്മ ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ ഭാഗ്യവാന്മാരെന്ന് പറയും. അതൊക്കെ താൽക്കാലികമാണ് കേട്ടോ. ഇന്നാരെ കണ്ടിട്ട് കണ്ടോ, അവന്റെ ഉയർച്ച കണ്ടോ, നന്മ കണ്ടോ എന്നൊക്കെ പറയും. പക്ഷേ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും, പ്രത്യക്ഷമായ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും, പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും, നാം ഉദ്ദേശിച്ച നിലവിൽ ഭൗതികമായി നമുക്ക് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിലും, മറ്റുള്ളവരെ പോലെ നമുക്കൊന്നുമാകാൻ കഴിഞ്ഞില്ലെങ്കിലും, എൻ്റെ കർത്താവിനെ അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ മോചിച്ച് കിട്ടിയതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്നവർ മറ്റൊന്നും കണ്ട് വിശ്വാസത്തിൽ നിന്ന് പോകത്തില്ല. നമുക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടാതെ വരുമ്പോൾ നമ്മളൊക്കെ പുറകോട്ട് പോകും. നമ്മുടെ ലക്ഷ്യം അതായതുകൊണ്ടാണ്. കുഞ്ഞിന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ, ലോൺ അടഞ്ഞില്ലെങ്കിൽ, വീടിന്റെ കാര്യം ശരിയായില്ലെങ്കിൽ, രോഗം സൗഖ്യമായില്ലെങ്കിൽ, കടഭാരം മാറിയില്ലെങ്കിൽ, നമ്മളൊക്കെ ചിലപ്പോൾ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയെന്നിരിക്കും. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല. ഞാനും നിങ്ങളും കർത്താവിനെ അറിയാൻ ഇന്ന് ഇറങ്ങി തിരിച്ചത് വലിയ പള്ളി വിട്ട്, അതിന്റെ സംവിധാനങ്ങൾ വിട്ട്, അതിന്റെ മനോഹാരിത വിട്ട്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടേക്ക് ഇറങ്ങി വന്നത് ആമേനല്ലേ, ലോകത്തിലുള്ള എല്ലാം വെട്ടിപ്പിടിക്കാമെന്നുള്ള ചിന്തയിലല്ല, അതിലുപരിയായി നിത്യത നഷ്ടപ്പെടരുതെന്നുള്ള ചിന്തയിലാണ് നാം ഇറങ്ങിയത്. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ പുറകെ വരുമെന്ന്. നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ അന്യഭാഷയും കയ്യടിയും മാത്രമാണെന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് നമ്മുടെ ആത്മീയതയുള്ളൂ. എന്തോ ഒരു ആരാധനയായിരുന്നു, എന്തോ ഒരു അന്യഭാഷയായിരുന്നു, തീ കത്തുകയായിരുന്നു. പക്ഷെ കത്തിക്കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങിയപ്പോ എങ്ങനെയാന്നുള്ള വിഷയം, കത്തിത്തീർന്നിട്ട് ആശീർവാദം പറയുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ള വിഷയം. ഇന്ന് ഭയങ്കര സന്തോഷമായിരുന്നു, ഒത്തിരി ആരാധിച്ചു കേട്ടോ. അതല്ലല്ലോ വിഷയം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം തന്ന കൃപാവരങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ ശരീരത്തിൽ ആത്മാവിന് വിരുദ്ധമായി, ദൈവകൃപയ്ക്ക് വിരുദ്ധമായി, ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ നമ്മുടെ നിത്യതയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും കലർന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? സഭയിലെ പാസ്റ്ററെ കൊണ്ട് പറ്റുമോ? ഇല്ല. ഇനി ഏറ്റവും വലിയ പ്രവാചകൻ വന്നാൽ നടക്കും? അതുമില്ല. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അവനവൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആത്മാവിൽ കപടം കലരുകയാണ്. യേശു കർത്താവിന്റെ അടുക്കലേക്ക്, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുവിന്റെ അടുക്കലേക്ക് നഥനയേൽ വരിക. വന്നില്ല, കൈ കൊടുത്തില്ല, പരിചയപ്പെട്ടില്ല, വർത്താനം പറഞ്ഞില്ല. നഥനയേലിനെ ദൂരെ നിന്ന് കണ്ടപ്പോ കർത്താവ് പറയാ, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ എന്തില്ല. കർത്താവിനെ കണ്ടപ്പോ താട് വീണൊരു സ്വോത്രം പറഞ്ഞത് കൊണ്ടോ, എല്ലാരും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്തത് കൊണ്ടോ അല്ല ഇവൻ റെഡിയാണെന്ന് പറഞ്ഞത്. ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോ കർത്താവ് പറയാ, ഇവനാണ് സാക്ഷാൽ ഇസ്രായേലിൻ. കൊണ്ടുവന്ന പുള്ളി വേറെ ഉണ്ട്. കൊണ്ടുവന്ന പുള്ളിക്ക് കിട്ടാത്ത ക്രെഡിറ്റ് ആർക്ക് കിട്ടി? നഥനയേലിന് കിട്ടി. അപ്പൊ നഥനയേലിന് സംശയം, കർത്താവ് എന്നെ എവിടെ വെച്ച് അറിയും? എന്നെ പരിചയമുണ്ടോ? നമ്മൾ തമ്മിൽ ഇടപാടുകളൊന്നും നടത്തിയിട്ടില്ലല്ലോ, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. അപ്പൊ കർത്താവ് പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? യഹൂദന്റെ ഇടപാടുകളെല്ലാം നടന്നിരുന്നത്, അവന്റെ ആഘോഷങ്ങൾ നടക്കുന്നത്, അവന്റെ ജീവിതത്തിൽ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതെല്ലാം അത്തിയുടെ കീഴിലിരുന്ന, വിശാലമായി പടർന്നു നിൽക്കുന്ന, വലിയ കുട പോലെ വിരിച്ചു നിൽക്കുന്ന അത്തിയുടെ തണലിൽ ആളുകൾ വന്നിരുന്ന, വെയിലാറുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ കൂടാരത്തിന്റെ വാതിൽക്കൽ വളർന്നു നിൽക്കുന്ന അത്തിയുടെ ചുവട്ടിൽ ആളുകളെ വിളിച്ചിരുത്തി സ്വീകരിച്ച് കാറ്റും കൊണ്ട് വർത്താനം പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് അത്തിയുടെ കീഴിൽ. എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടപ്പോ നിന്റെ പെർഫോമൻസ് കണ്ടല്ല, നീ കവടമില്ലാത്തവനെന്ന് ഞാൻ പറഞ്ഞത്. നീ എന്റെ അടുത്ത് വരുന്നതിന് മുൻപ് നിന്റെ ഇടപാട് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുക. ആശീർവാദം പറയുന്നതിന് മുമ്പ് കർത്താവ് വന്നാൽ നമ്മൾ പലരും പോയി കിട്ടി. കാരണം ആ ഒരു ചൂടിലായിരിക്കുന്നത്. ആത്മാവിൽ കപടം ഉണ്ടാകുക, കപടം കലരുക. ഈ ദൈവാത്മാവിന്റെ പ്രത്യേകത എന്നാ? ദൈവാത്മാവിന്റെ പ്രത്യേകത പറഞ്ഞാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്താം. ദൈവാത്മാവ് സ്നേഹത്തിന്റെ ആത്മാവ്. ഈ കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായം, അവിടെ സ്നേഹമെന്ന് പറയുന്നത് അഗാപ്പയാണ്. അഗാപ്പെ എന്ന് പറഞ്ഞാൽ, അച്ഛൻ എനിക്ക് ഇന്നലെ ചായ വാങ്ങിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഇന്ന് ഞാൻ അച്ഛന് ചായ, ആ സ്നേഹമല്ല. അച്ഛൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് കുഴിമന്തി വാങ്ങിച്ചത് കൊണ്ട് എനിക്ക് ഈ മാസം ശമ്പളം കിട്ടുമ്പോൾ ഞാൻ അച്ഛനും വാങ്ങിച്ചു കൊടുക്കും, അത് വേറെ. ആ സ്നേഹമല്ല കേട്ടോ.
അഗാപ്പെ എന്ന ദൈവസ്നേഹം, അതാ 13-ാം അധ്യായം. ആ ദൈവസ്നേഹം അകത്ത് വരുമ്പോൾ എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു, അത് ഉതിർന്നു പോകുന്നില്ല. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹമത്രേ. ദൈവസ്നേഹം അകത്ത് വരുമ്പോൾ എല്ലാം ക്ഷമിക്കാൻ കഴിയും. യോസേഫിന്റെ ജീവിതത്തിൽ ദൈവസ്നേഹം വന്നപ്പോൾ ദൈവം തന്റെ ജീവിതത്തിന്റെ തലങ്ങൾക്ക് മാറ്റം വരുത്തിയപ്പോൾ, ദൈവം തന്റെ ജീവിതത്തിന് മൊത്തത്തിൽ വ്യത്യാസം വരുത്തിയപ്പോൾ യോസേഫ് പറയുകയാണ്, എന്റെ പിതൃഭവനവും എന്റെ സഹോദരന്മാരും എന്നോട് ചെയ്തതെല്ലാം ഞാൻ മറന്നു. നമ്മൾ മറന്നിട്ടുണ്ടോ? നമ്മുടെ സഹോദരങ്ങളോട് ചെയ്ത് നമുക്ക് മറക്കാൻ കഴിയുന്നുണ്ടോ? 15 വർഷം മുമ്പ് നടന്ന കാര്യമാണ്, മറന്നിട്ടുണ്ടോ? പാസ്റ്റർക്ക് അതൊക്കെ പറയാം, ഇപ്പോഴാ പുള്ളി റെഡി ആയത്, പണ്ടെങ്ങനാന്ന് എനിക്കറിയാം. നമ്മൾ ഇപ്പോഴും മറന്നില്ല. ഇപ്പോഴാ ആത്മീയനായത്, പണ്ടെങ്ങനാന്ന് എനിക്കറിയാം. നമ്മൾ മറന്നില്ലെന്ന്. ഇതിനിടയിൽ നാം 16 വർഷം കർത്തൃമേശ എടുത്തു, സ്നേഹചുംബനവും നടത്തി, നമ്മളെല്ലാം റെഡി ആയിരിക്കുക. പക്ഷേ എവിടെയോ ചില കലർപ്പുകൾ, ആത്മാവിൽ കപടമില്ലാതിരിക്കുക. നമുക്ക് ഒറ്റ ലക്ഷ്യം, കർത്താവിനെ ആരാധിക്കുക, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. ഇന്ന് പകൽ കർത്താവിന്റെ കാഹള ശബ്ദം കേട്ടാൽ എനിക്ക് കർത്താവിന്റെ സന്നിധിയിൽ പോകണമെന്ന് ആഗ്രഹമുള്ള ദൈവമക്കൾ ജീവിതത്തിൽ എല്ലാറ്റെയും മറക്കും. അപ്പോ ആത്മാവിൽ കപടമില്ലാതിരിക്കുക. വചനം പറയുന്നത് ഭയത്തോടെ യഹോവയെ എന്ത് ചെയ്യണം? സേവിക്കണം. ഓടിയതും അധ്വാനിച്ചതും വൃഥാവും. ആത്മീയതയിൽ കാവട്യം കലരാൻ എന്ത് ചെയ്യരുത്? അനുവദിക്കരുത്. ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ, ഞാനൊരു കാര്യം പറയാം, നമ്മൾ പോകുന്നിടത്തെല്ലാം ദൈവാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ, ഞാൻ പോയിട്ട് വരുന്നിടം വരെ നിങ്ങളോടുകൂടി എന്നേക്ക് വിരിക്കേണ്ടതിന് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളോടുകൂടി അയക്കും. അങ്ങനെ ദൈവാത്മാവ് നമ്മോട് കൂടെയുണ്ടെന്ന് ചിന്തയുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കും. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചോണേ. പോകുന്ന വഴിയിൽ ആരും കണ്ടില്ലെങ്കിലും കർത്താവ് നമ്മളെ കാണുന്നുണ്ട് കേട്ടോ. കർത്താവ് കാണുന്നുണ്ട്. ദൈവാത്മാവ് നമ്മുടെ കൂടെ നടക്കുക. ആമേൻ. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവവേദൽ, സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നൊരു ദൈവവേദൽ, ആമീൻ, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടപ്പെട്ട ഒരു ദൈവവേദൽ, എവിടെ പോയാലും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന, സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മെ നല്ലവണ്ണം ആമേനലിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവാത്മാവിന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഇന്ന് പകൽ മറന്നു പോകരുത്. നമ്മൾ എത്രമാത്രം ദൈവത്തെ ഭയപ്പെടുന്നു. ഈ ആലയത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന്, അതിന്റെ അടയാളമാണ് ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തി എന്ന്, അതിന്റെ നിഴലാണ് നമ്മോട് സംസാരിക്കുന്ന ദൈവവചനമെന്ന് വിശ്വസിക്കുമ്പോൾ എത്രമാത്രം നമുക്ക് ദൈവത്തെ ഭയപ്പെടാൻ കഴിയണം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. 50-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നീ ഇവ ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരിക്കുക, ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു, ഞാൻ ഇവയെ ശാസിച്ച് നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിരത്തി വെക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം തമ്പുരാൻ ഇപ്പൊ ഇറങ്ങി വന്നിട്ട് പറയാണ്, ഈ പ്രസംഗിക്കുന്ന ഈ പുള്ളിയുടെ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച രാവിലെ വരെയുള്ള ചരിത്രം ഞാനിപ്പോൾ പ്രൊജക്റ്റിനകത്ത് ഇടാൻ പോവാണെന്ന് പറഞ്ഞാൽ മൈക്ക് ഓഫാക്കിയിട്ട് ഞാനിതിലെ സ്ഥലം എന്ത് ചെയ്യും? വീട്ടിൽ ഇരുന്ന് പറഞ്ഞതും, വിശ്വാസിയെക്കുറിച്ച് പറഞ്ഞതും, പാസ്റ്ററെക്കുറിച്ച് പറഞ്ഞതും, അടുത്തിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ കുറിച്ച് പറഞ്ഞതും ഒക്കെ പ്രൊജക്റ്റിനകത്ത് ഇടുമ്പോൾ എന്തോ ഒരു നാണം കേടായിരിക്കും അത്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ ആത്മാവിൽ കപടമില്ലാതിരിക്കുക. ഒത്തിരി ആരാധിക്കാൻ പറ്റി. ആരാധിക്കുന്നവരെ കുറ്റം പറഞ്ഞു. നിങ്ങളെക്കാട്ടി കൂടുതൽ പൗലോസ് പറഞ്ഞാൽ ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെക്കാട്ടി കൂടുതൽ അന്യഭാഷ പറയുന്ന ഒരാളാണ് ഞാൻ. പറഞ്ഞതല്ല, നമ്മുടെ ജീവിതം ക്രമീകരിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ ചെല്ലാൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ജരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മറ്റേ വേനൽക്കാലത്തിലെ ഉഷ്ണത്താലെന്ന് പറ്റും. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞു. അവനപ്പോൾ എന്റെ പാപത്തിന്റെ തൊട്ട് ക്ഷമിച്ചു. ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ സന്നിധി നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തുറന്ന പുസ്തകമാണ്. അവിടെ യാതൊരു മറവുമില്ല, ഒരു മറവുമില്ല. നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ഒരു മറവുമില്ല. ആരോടും നമുക്ക് കള്ളം പറയാം, ആരോടും പറയാം. ഇന്നെന്താ വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് വരാഞ്ഞെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കള്ളം പറയല്ലോ. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നും മറവല്ല. ഇവിടെ പറയുകയാണ്, എന്റെ പാപം ഞാൻ നിന്നോട് അറിയിച്ചു, എന്റെ ലംഘനങ്ങളെ ഞാൻ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞ അപ്പോൾ അവൻ എന്റെ പാപത്തിന്റെ കുറ്റം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ക്രമീകരണം പ്രാപിച്ചപ്പോൾ അടുത്ത വാക്യമാണ് ഇതു നിമിത്തം. ഏതു നിമിത്തം? ഞാൻ എന്റെ ജീവിതത്തെ ക്രമീകരിച്ചത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് ചെയ്യും. സ്തോത്രം. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ജീവിതത്തിൽ പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ, പ്രശ്നങ്ങളാകട്ടോ,
പ്രശ്നങ്ങളാ നമ്മെ മുക്കിക്കളയുന്ന വലിയ പ്രശ്നങ്ങളാണ് പെരുവെള്ളങ്ങൾ. എന്നെയും നിങ്ങളെയും മുക്കിക്കളയുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ തകർത്ത് കളയുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ, എൻ്റെ ആത്മീയ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ, എൻ്റെ ഭൗതിക നന്മകളെ മുഴുവൻ നക്കി തുടയ്ക്കുമെന്ന് ആമേൻ വെല്ലുവിളിക്കുമ്പോൾ, വചനം പറയ പെരുവെള്ളം എൻ്റെ നേരെ കടന്നു വരുമ്പോൾ അതെന്റെ അരികിലോളം എത്താതെ എന്നെ സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. യാക്കോബിനോട് യെശയ്യാ പ്രവചനത്തിലൂടെ പറയുകയാണ്, നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ആമേൻ നിന്നെ മുക്കത്തില്ല, ആമേൻ നദി നിന്നെ മുക്കിക്കളയത്തില്ല. തീയിൽ കൂടി കടന്നാൽ നീ വെന്തുപോകയില്ല. അത് അക്ഷരീകമായ തീയും വെള്ളവും മാത്രമല്ല, ഞാനും നിങ്ങളും ഈ ലോകത്തിൽ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളാണ്. എത്ര പ്രാവശ്യം ഞാനും നിങ്ങൾ മുങ്ങിപ്പോണ്ടതായിരുന്നു. അയ്യോ, ഞാനല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇന്ന് ഈ വിശ്വാസത്തിൽ കാണത്തില്ല. നമ്മൾ പലരും പറയത്തില്ലേ, എന്റെ പാസ്റ്ററെ ഞാൻ അനുഭവിച്ച വേദന പോലെ ആരും അനുഭവിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ആയുസ്സിൽ അനുഭവിച്ച പോലെ കഷ്ടത ആരും അനുഭവിച്ചിട്ടില്ല, ഞാൻ അനുഭവിച്ചതുപോലെയുള്ള പ്രതിസന്ധി ആരും കടന്നുപോയിട്ടില്ല, ഞാനല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൽ കാണത്തില്ലായിരുന്നു. നമ്മളൊക്കെ പറയത്തില്ലേ, എന്താ നമ്മൾ നിന്നത്? നമ്മുടെ വിശ്വാസത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, നമ്മെ മുക്കിക്കളയാൻ വേണ്ടി നമ്മുടെ തലയ്ക്ക് മുകളിൽ ആമേൻ ഉയർന്ന തിരുമാല പോലെ നമ്മെ മുക്കിക്കളയാൻ പ്രതിസന്ധികൾ വന്നപ്പോൾ അതിന് അതിരുവെച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ജനത്തെ സൂക്ഷിച്ചൊരു സർവശക്തനായ ദൈവമുണ്ട്. പെരുവെള്ളം കവിഞ്ഞു വരുന്ന പ്രശ്നങ്ങൾ, നിലനിൽക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധികൾ, എന്നെ മുക്കിക്കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ചില പോരാട്ടങ്ങൾ, എന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന ചില രോഗബന്ധനങ്ങൾ എനിക്കെതിരായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറയാൻ തയ്യാറാകും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അതെന്റെ അടുക്ക വരത്തില്ല, എന്നെ മുക്കിക്കളയാനാ വരുന്നത്. പക്ഷേ വിരൽ ചൂണ്ടി കൽപ്പിക്കുമ്പോൾ, വിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ, എനിക്കെതിരായി കടന്നു വരുന്ന പെരുവെള്ളത്തെ അതിര് ചേർത്ത് നിർത്താൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവം. ഒരു വടി മോശ നീട്ടിയപ്പോൾ ഒരു രാത്രി മുഴുവൻ ദൈവം മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റ് ചെങ്കടലിനെ നേരെ അടുപ്പിച്ചു. ചെങ്കടൽ രണ്ട് വഴിയായി മാറി. ആമേൻ. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. ഈ ചെങ്കടൽ രണ്ടായി ഒരാഴ്ച മഴ പെയ്തിട്ട് വെള്ളം വറ്റിയാൽ എങ്ങനെ നമ്മളതിൽ നടക്കും? ചെങ്കടൽ ഇതുവരെയും വറ്റിയിട്ടില്ല. ചെങ്കടൽ വറ്റിയാലും ഒരു രാത്രിയിലെ കാറ്റുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ കാലിൽ ചെളി പറ്റാതെ പുതഞ്ഞു പോകാതെ അവർക്ക് അക്കരെ ചെല്ലാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ വിശ്വാസം ഞാൻ പറയാം, ദൈവം മിസ്രയീമിൽ തന്നെ ജനത്തെ വിളിക്കുന്നതിന് മുൻപ് ചെങ്കടലിനടിയിൽ വഴി ഒരുക്കി വെച്ചിട്ടാണ് അവരെ വിളിച്ചത്. ചെങ്കടലിനകത്ത് വഴി ഒരുക്കി വെച്ചിട്ടാണ്. അന്നേരം കിട്ടിയ വഴിയിലൂടെ കർത്താവ് ദൈവം വിട്ടതല്ല, ചെങ്കടലിലൂടെ വഴി ഒരുക്കിയിട്ട് തങ്ങളുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അന്നാണ് അവർ ആ വഴി കാണുന്നതെങ്കിലും ദൈവം അവരെ വിളിക്കുന്നതിന് മുൻപ് അല്ല, മിസ്രയീമിൽ തന്റെ ജനത്തിന്റെ നിലവിളി കേട്ട സമയത്ത് അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തമ്പുരാൻ തുറന്നു വെച്ചിട്ടാണ് അവരെ വിളിച്ചത്. തക്ക സമയത്ത് വെളിപ്പെട്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ദൈവം നേരത്തെ വഴി തുറന്നിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കേട്ടോ, ദൈവം വഴി തുറന്നു വെച്ചിരിക്കുക, പക്ഷെ തക്ക സമയത്തെ അതെന്ത് ചെയ്യത്തുള്ളൂ, വെളിപ്പെട്ടു വരികയുള്ളൂ. ആമേൻ. അതുവരെയും നമ്മൾ പ്രാർത്ഥിക്കണം, ഒരുങ്ങിയിരിക്കണം. ഒരു കാര്യം സത്യമാണ്, പ്രാർത്ഥിക്കുന്നതിന്റെ ജനത്തിന് വേണ്ടി വഴി തുറന്നു തരാൻ എന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ വഴിയിലൂടെ അവർ അക്കരെ കെടാൻ ഇടയായത് ഒരു രാത്രി മുഴുവനും അടിച്ചൊരു കിഴക്കൻ കാറ്റായിരുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നതിന്റെ ജനത്തെ മുക്കിക്കളയാൻ ചെങ്കടൽ ഉയർന്നു നിൽക്കുമ്പോൾ അതിന്റെ മധ്യത്തിലൂടെ ഈ വെള്ളം തന്നെ അവർക്ക് തുണയായി മതിലായി നിന്ന് സുരക്ഷിതമായി അവരെ അക്കരെ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനെതിരായി വരുന്ന ചില പ്രതിസന്ധിയുടെ മതിലുകളെ, ചില പ്രതിസന്ധിയുടെ തിരമാലകളെ നമ്മുടെ നേരെ അടുക്കാതെ വണ്ണം അതിനെ തടഞ്ഞു നിർത്താൻ ഇന്ന് പകൽ ദൈവത്തിന് കഴിയും. 8ാം വാക്യം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഉപദേശിച്ച്. ആരുപദേശിക്കും? വീട്ടിൽ അമ്മ ഉപദേശിക്കുമ്പോൾ ഇഷ്ടമല്ല, അപ്പനും ഉപദേശിക്കുമ്പോഴും ഇഷ്ടമല്ല. അമ്മയുടെ പണി നോക്കാമെന്ന് പറയും. പപ്പ പണ്ടത്തെ കാലമൊന്നുമല്ല, പപ്പ പറയുന്നൊന്നുമല്ല. ഇപ്പോഴത്തെ കാലം വേറെ, അതുകൊണ്ട് പപ്പ പറയുന്നൊന്നുമല്ല കാര്യം. സൺഡേ സ്കൂളിൽ ടീച്ചർ ഉപദേശിച്ചാലോ പിറ്റേഴ്ച നമ്മൾ വന്നില്ലെന്നിരിക്കും. പക്ഷെ വചനം പറയാണ്, നീ എന്നെ ഉപദേശിക്കണം, നടക്കേണ്ടുന്ന വഴി എനിക്ക് എന്ത് ചെയ്യണം, കാണിച്ചു തരണം. നീ എന്നെ ദൈവം തമ്പുരാൻ ഉപദേശിക്കുമ്പോഴൊക്കെ നമുക്കത് ഉൾക്കൊള്ളാൻ മാനുഷികമായി പ്രയാസമായിരിക്കും. അതിന്റെ കാര്യം പറയാം, നമ്മൾ വിചാരിക്കുന്നതാണ് ശരിയെന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത്. നമ്മുടെ ബോധ്യങ്ങളാണ് ശരിയെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ കർത്താവ് ഉപദേശിക്കും പറയാം, അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പക്ഷെ കർത്താവ് ഉപദേശിക്കുന്ന വഴിയിലൂടെ പോയാൽ, ദൈവം തമ്പുരാൻ ഉപദേശിക്കുന്ന വഴിയിലൂടെ നമ്മൾ പോയാൽ ജീവിതം അനുഗ്രഹമാകും. ഇച്ചിരി എല്ലാരെക്കാട്ടി കൂടുതൽ ഇച്ചിരി ആരാധിക്കുന്നെന്ന് കണ്ടപ്പോ, ഈ സൗണ്ട് കൂടിയെന്ന് കണ്ടപ്പോ, ചാട്ടം ഇച്ചിരി കൂടിയെന്ന് കണ്ടപ്പോ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇത്രയൊന്നും എന്ത് ചെയ്യണ്ട,
അച്ഛന് നെന്നത്തിന് സോക്കേടായിരുന്നു. അച്ഛൻ ആരാധനയത്തില്ല. സഭയിൽ അച്ഛനൊരു മാന്യതയുണ്ട്. അച്ഛൻ ഇങ്ങനെ ആരാധിക്കുന്നത് ശരിയല്ല. വേറെ ആർക്കും കുഴപ്പമില്ല, അച്ഛന് മാത്രമേ ഉള്ളായിരുന്നല്ലോ കുഴപ്പം. ദൈവത്തിന്റെ പെട്ടകം വരിക യെരുശലേമിലേക്ക് വരുന്നത് കണ്ടപ്പോൾ രാജവസ്ത്രം നീക്കി പഞ്ഞിനൂല് കൊണ്ടുള്ള അങ്കി ധരിച്ച് ആമേൻ ഇസ്രായേലിന്റെ രാജാവ്, സാക്ഷാൽ ഇസ്രായേലിന്റെ രാജാവ് ദാവീദ് പെട്ടകത്തിന്റെ മുമ്പിൽ കിടന്ന് നൃത്തം ചെയ്യുക. പെട്ടകം വരുന്ന കാഴ്ച കാണാൻ വേണ്ടി ബാൽക്കണി കയറിയിരിക്കുക. മീകളും തോഴിമാരും എല്ലാം കൂടെ. ദൂരെ നിന്ന് ബഹളം കേട്ടപ്പോൾ ഒരു മനുഷ്യൻ കിടന്ന് ഭ്രാന്തനെ പോലെ തുള്ളിച്ചാടുന്നു. അവർ കൂട്ടുകാരിയോട് ആർക്കാടി വട്ടള ഈ കിടന്ന് ചാടുന്നെന്ന് ചോദിച്ചു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭർത്താവ് അച്ഛനാണ് കിടന്ന് എന്ത് ചെയ്യുന്നത്. പുള്ളിക്കാരിക്ക് അങ്ങ് ആകെ നാണം കേടായി പോയി. വീട്ടിൽ ഒന്നും അനങ്ങിയില്ല. വീട്ടിൽ വന്നിട്ട് വൈകിട്ട് പറഞ്ഞു, അച്ഛൻ കാണിച്ചത് ശരിയായില്ല, അച്ഛൻ ഇന്ന് ഇച്ചിരി തുള്ളൽ കൂടുതലായിരുന്നു, ഇന്നിരി ചാട്ടം കൂടുതലായിരുന്നു, ഇത്രയും വേണ്ട. അച്ഛൻ അറിയത്തില്ല, വാക്ക് കണ്ടോണ്ട് നിൽക്കുന്നവർക്ക് അറിയത്തുള്ളൂ അതിന്റെ ചമ്മൽ. കർത്താവിന് സ്വന്തം പറഞ്ഞു മനസ്സിലായി. അച്ഛൻ അറിയത്തില്ല, പക്ഷെ അടുത്തിരുന്ന് ഞാൻ നാണം കിട്ടുപോയി. ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ എന്നെ തോണ്ടിയപ്പോൾ ഞാൻ നാണം കിട്ടുപോയി. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, എന്നെ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നത് ആമേൻ നീ കൊട്ടാരത്തിലെ സ്വാദിഷ്ടമായ ആഹാരം കഴിച്ച് നീ സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജീവിച്ചവളായതുകൊണ്ട് നിനക്ക് ഇതിന്റെ വില അറിയത്തില്ല. ആമേൻ വനാന്തരത്തിൽ ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന എന്നെ, ഹല്ലേലൂയ, ദുഷ്ടമൃഗങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിച്ച എന്നെ, ആമേൻ അപ്പനും അമ്മയ്ക്കും വേണ്ടാത്ത എന്നെ, സഹോദരന്മാർ ഉന്തിക്കളഞ്ഞ എന്നെ ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് പരിസരം മറന്നു ദൈവത്തെ ആരാധിപ്പാനേ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ദൈവമക്കളെ, നമുക്ക് അധികം ഇളച്ചു കിട്ടിയെങ്കിലേ അധികം സ്നേഹിക്കാൻ പറ്റും. ഇല്ലാതെ ഞാൻ ഇവിടുന്ന് കൈവോക്കിച്ചാൽ നിങ്ങൾ കൈവോക്കും. പാസ്റ്ററോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ കൈവോക്കും. കൈവോക്കിയില്ല എന്തോ വിചാരിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ കൈവോക്കും. ഹല്ലേലൂയ പറഞ്ഞാൽ നിങ്ങളും ഹല്ലേലൂയ പറയും. അതിനപ്പുറം അധികം ഇളച്ചു കിട്ടിയവനെ അധികം സ്നേഹിക്കാൻ പറ്റും. കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇളച്ചു തന്ന വിടുതലുകൾ, ആമീൻ മരണത്തിന്റെ അനുഭവത്തിൽ നമ്മെ വിടുവിച്ച വിധങ്ങൾ, അസ്ഥികൾ ഒടിയാതെ നമ്മെ കാത്ത അനുഭവങ്ങൾ, ആമീൻ അത്ഭുതകരമായ വഴി തുറന്ന വിധങ്ങൾ, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വിടുതലുകൾ മാത്രം ഓർത്താൽ മതി. വേറൊന്നും ഓർക്കണ്ട കേട്ടോ. കറണ്ട് ബില്ലടയ്ക്കാൻ കാശ് കിട്ടിയില്ലെങ്കിൽ ഭാരപ്പെടണ്ട. ലോൺ അടയ്ക്കാൻ പൈസ കിട്ടിയില്ലെങ്കിൽ ഭാരപ്പെടണ്ട. ആമേനല്ലേ വണ്ടിയുടെ EMI മുടങ്ങിയ ഭാരപ്പെടണ്ട. ദൈവമേ ഒരാഴ്ചയും കൂടി ആമേനല്ലേ തട്ടലും മുട്ടലും ഇല്ലാതെ, മുറിവുകൾ ഇല്ലാതെ, അസ്ഥികൾ ഒടിയാതെ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെ ഒരാഴ്ചയും കൂടി ജീവിക്കാൻ എനിക്ക് കൃപ തന്നല്ലോ എന്നോർക്കുമ്പോ ഇന്ന് മകൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകരുത്. ഈ രണ്ട് മൃഗങ്ങളും വേദപുസ്തക പഠനത്തിൽ, ഈ ജന്തുശാസ്ത്ര പഠനത്തിൽ ഈ രണ്ട് മൃഗങ്ങളും ശ്രേഷ്ഠതയുള്ള മൃഗങ്ങളാണ്. കുതിരയെന്ന് പറഞ്ഞാൽ ശക്തിയുള്ള ജീവിയാണ്, ശക്തിയുള്ള. യോബിന്റെ പുസ്തകത്തിൽ ദൈവം യോബിനോട് ചോദിക്കും, കുതിരയ്ക്ക് ശക്തി കൊടുത്തതാണ്. കുതിര യുദ്ധ ദിവസത്തിനായി ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കയ്യിൽ ഇരിക്കുന്നു. ഇനി 33-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നത്, ജയത്തിന് കുതിര വ്യർത്ഥമാണ്. അപ്പോൾ കുതിരകൾ എന്ന് പറയുന്നത് ശക്തിയുടെ, വേഗതയുടെ പ്രതീകമാണ്. രണ്ടാമത് കോവർ കഴുതയാണ്. ഇതിന് കുതിരയേക്കാൾ ക്വാളിറ്റിയുള്ള സാധനമാണ്. രണ്ട് പ്രത്യേകതയായിരുന്നു. ഒന്ന്, കഴുതയുടെ സഹനവും കുതിരയുടെ വേഗതയുമാണ് ഇത് രണ്ടും കൂടെ ചേരുന്ന സങ്കരവർഗത്തിൽപ്പെട്ട ജീവിയാണ് കോവർ കഴുത. ഇതിന് കഴുതയുടെ സഹനമുണ്ട്, കുതിരയുടെ വേഗതയുണ്ട്. ഈ രണ്ട് ജീവികളും അത്യാവശ്യം പവറുള്ളതും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതുമാണ്. പക്ഷെ ഇവിടെ വചനം പറയുകയാണ്, ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ നിങ്ങൾ എന്ത് ചെയ്തത് ആകരുത്. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഈ കോവർ കഴുതയ്ക്കും കുതിരയ്ക്കും ബുദ്ധിയില്ലാതാകുന്ന, നിയന്ത്രണമില്ലാതാകുന്നത് ഇതിന് കടിഞ്ഞാണും മുഖപ്പട്ടയും ഇല്ലാതെ വരുമ്പോഴാണ്. കടിഞ്ഞാണും മുഖപ്പട്ടയും ഇല്ലാതെ വരുമ്പോഴാണ് ഇത് ബുദ്ധിയേട് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ചമയങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കടിഞ്ഞാണും മുഖപ്പട്ടയുമാണ്. കുതിരയ്ക്ക് കടിഞ്ഞാണും കോവർ കഴുതയ്ക്ക് മുഖപ്പട്ടയും. ഒന്നുകൂടി പറഞ്ഞാൽ ഇതെല്ലാം ശക്തിയും വിവേകവും സഹിഷ്ണുതയും ഒക്കെ ഉള്ള ജീവിയാണെങ്കിലും ആമേൻ ഇതിന് ഒരു നിയന്ത്രണവും ഇതിനൊരു സംയമനവും ഉണ്ടാകാൻ ഇതിനൊരു കടിഞ്ഞാണും മുഖപ്പട്ടയും ആവശ്യമാണ്. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ ചമയങ്ങൾ എന്നാ? ദൈവം തന്ന നിയന്ത്രണങ്ങളാണ്. അതാ നമ്മുടെ ചമയങ്ങൾ. പത്രോസിന്റെ ലേഖനത്തിൽ അങ്ങനെ തന്നെയാ വായിക്കുന്നത്. സൗമ്യതയും സാവധാനതയും എന്ന മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ. അപ്പോൾ സൗമ്യതയും സാവധാനതയും എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ, അതാ വിശ്വാസിയുടെ മുഖപ്പട്ട. എല്ലായിടത്തും എല്ലാം പറയാൻ പറ്റത്തില്ല, എല്ലാരോടും എല്ലാം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവവേദന എന്ത് ചെയ്യണമെന്ന് അറിയാമോ?
ചമയങ്ങളായ മുഖപ്പട്ടയും കടിഞ്ഞാണും കൊണ്ട് നിയന്ത്രിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവ നിനക്ക് സ്വാധീനമാകുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ആമേൻ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ നമുക്ക് സ്വാധീനമാക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ പ്രമാണമാകുന്ന കടിഞ്ഞാണും ദൈവത്തിന്റെ പ്രമാണമാകുന്ന മുഖപ്പട്ടയും കൊണ്ട് ആമേൻ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നിയന്ത്രിച്ചു പോയെങ്കിലേ അവ നിനക്ക് സ്വാധീനമാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ദൈവാത്മാവ് പറയാ നോ എന്ന്, പക്ഷേ മനുഷ്യാത്മാവ് പറയാ യെസ് എന്ന്. എവിടെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും? ആത്മാവിന് ആ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ എന്ത് ചെയ്യും? മരിക്കും നിശ്ചയം. അപ്പോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജഡമാണെന്ന് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് പോകണമെന്നുണ്ട്, പോകാൻ വയ്യ. പ്രാർത്ഥനയ്ക്ക് വന്നാൽ കൈയൊന്നടിക്കണമെന്നുണ്ട്, പക്ഷെ കൈ അടിക്കണ്ട എന്ന് പറയാ. സ്വോത്രം പറയണമെന്നുണ്ട്, പക്ഷെ സ്വോത്രം പറയാതിരിക്കുക. ഇതെല്ലാം നമ്മുടെ ജഡത്തിന്റെ പോരാട്ടങ്ങളാണ്. നമ്മുടെ ജഡത്തെ ജയിച്ചെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് നിത്യതയെ പോകാൻ പറ്റൂ. ഏറ്റവും അവസാനം വരെ ആമേൻ നമ്മുടെ ശരീരത്തോട് നമ്മോട് പോരാട്ടമുള്ള നമ്മുടെ ജഡമാണ്. ഇതിനെയാണ് നമ്മൾ ഒരുക്കിക്കൊണ്ട് നടക്കുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ സമയങ്ങൾ ചിലവഴിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു പങ്കം മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജഡത്തിന്റെ ഇച്ഛ അനുസരിച്ചല്ല, ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് ആമേൻ നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രായത്തിന്റെ സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ, ആഡംബരങ്ങളെ, ആർഭാടങ്ങളെ ഈ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് ഒതുക്കിയില്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകില്ല. ആകയാൽ നീതിമാന്മാരെ, യഹോവയിൽ എന്ത് ചെയ്യണം? ഘോഷിച്ച് രസിക്കണം. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമീകരിച്ച്, ഒന്നുകൂടി വിശുദ്ധിയിൽ, ഒന്നുകൂടി വേർപാടിൽ, ഒന്നുകൂടി ദൈവഭയത്തിൽ, ഒന്നുകൂടി ദൈവിക നിയന്ത്രണത്തിൽ മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.